ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പലപ്പോഴും പലരും ചതിക്കുഴിയിൽ പോയി പെടുന്നു, അല്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടുന്നു. അതെങ്ങനെയാണ് പോകുന്നത്? നിങ്ങളത് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷെ ഈ പോകുന്നവരുടെ എല്ലാം പൈസ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, തെറ്റായിട്ടുള്ള വഴിയിൽ നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു ജോലിയുള്ള ഒരാൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്? ഒരിക്കലും അല്ല. ഇപ്പൊ ഞാനൊരു കൂട്ടുകാരൻ്റെ കാര്യം പറയാം, പേര് പറയുന്നില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഈ ഒരു ചെറിയൊരു 10,000 സംതിങ് ഞാൻ തോന്നുന്നു കൊണ്ടുപോയിട്ടത്. അതൊരു മണി ചെയിൻ പോലത്തെ എന്തൊരു പരിപാടിക്കകത്ത് കൊണ്ടുപോയിട്ടു. അതെന്തിനാ? ഉറപ്പായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. ഏറ്റവും അവസാനം വന്നപ്പോഴേക്ക് അതും പോയെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. മനസ്സിലായോ? അത് ആ പൈസ പോയി. പക്ഷെ പുള്ളി ആരോടും പറയാനോ ഒന്നും നിന്നില്ല. വേറൊന്നും കൊണ്ടല്ല, നാണക്കേട്. കാരണം ഇവര് തന്നെ പറയും, ഈ കേൾക്കുന്ന അടുത്ത കൂട്ടുകാരാണെങ്കിലും പറയാം, എല്ലാ കാര്യം ഉണ്ടായിട്ടാണോ എന്നുള്ള രീതിയിൽ പറയുമെന്ന് ഇവനും അറിയാം. അതുകൊണ്ട് ഇവൻ ആരോടും പറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പലരും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ പല ആർട്സ് നമ്മൾ ഞെക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കും. ഹൗ ടു ഏൺ മണി ഓൺലൈൻ, ഹൗ ടു മേക്ക് ഈസി മണി ഫ്രം ഹോം. നിങ്ങളൊന്ന് ആലോചിക്കുക, ആർക്കെങ്കിലും പൈസ ഫ്രീ ആയിട്ട് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. പരിചയമില്ലാത്ത ഒരാൾ എന്തിനാണ് പൈസ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്? ഒരിക്കലും തരത്തില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്കി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ ഇവിടെ കൊണ്ട് പൈസ ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ ഈ പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റിയൊന്നുമല്ല. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിനെ പറ്റിയാണ്. അതെ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇത്രയും നല്ല ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമുള്ളപ്പോഴത്തേക്ക് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പൈസ കളയുന്നത്? ഈ മണി ചെയിനിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ അത് കണ്ടാൽ പൈസ കിട്ടും, അല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ പൈസ കിട്ടും, പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പൈസ കിട്ടും. ഇതൊക്കെ പണ്ട് പൈസ കളയുന്നത് വെച്ചാൽ ആലോചിച്ച് നോക്കി. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന് തലക്കാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് എന്തോ, ഇന്ത്യയിലെ നല്ല കമ്പനികൾ IPO വഴി ലിസ്റ്റ് ചെയ്ത് പബ്ലിക്കിന് വാങ്ങിക്കാനും വിൽക്കാനും പറ്റും. അത്രയും വലിയ കമ്പനികൾ, അത്രയും നല്ല കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഷെയറുകൾ നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അടിപൊളി കാര്യമല്ലേ? അതെങ്ങനെ ഫേക്ക് ആകുന്നത്? നമ്മളെ മറ്റേ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്, സെബി ഉണ്ട്. മനസ്സിലായി? ഇന്ത്യയിലെ ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് വാങ്ങിക്കുകയും വിൽക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനും എളുപ്പ വഴിക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ പണി കിട്ടുന്നത്. അല്ലാതെ ഈ ഷെയർ മാർക്കറ്റിൽ കയറി നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കോടീശ്വരനാണെന്നൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിക്ക് പഠിക്കുക. നല്ല രീതിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇല്ലാത്തവർക്ക് തുടങ്ങാം, ഫ്രീ ആയിട്ട് തുടങ്ങാം. അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ധനിനകത്തൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വിൽക്കാം. അതെങ്ങനെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് എല്ലാം പഠിപ്പിക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ പഠിക്കാം, പല ബുക്കുകൾ വായിക്കാം. അറിയാവുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്ന ആരോടെങ്കിലും അവരോട് ചോദിച്ചു പഠിക്കാം. ഞാൻ പറയുന്നില്ല എല്ലാ കോഴ്സിനും പോയിട്ട് പൈസ കൊണ്ട് കളയണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താവുന്നുള്ള, നിങ്ങളെ ബാധിക്കാത്ത ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്തു പഠിക്കുക. അവിടെ ഇവിടെ കൊണ്ട് പൈസ കളയുന്നതിനും ഭേദമല്ല ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്തു പഠിച്ചിട്ട് കോൺഫിഡൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഇട്ടേക്കുന്ന പൈസ കൂട്ടിയിട്ട് നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഇപ്പൊ സ്വിംഗ് ട്രേഡ് പോലത്തെ മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം, ഇപ്പൊ തുടക്കത്തിൽ സജസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം, ഇൻട്രാഡേയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും മോശമായിട്ടല്ല. അത് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ രീതിയിൽ എക്സ്പീരിയൻസും ആ രീതിയിലുള്ള സമയവും വേണം. ആ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, പലരും പല ജോലിയിൽ ഇരിക്കുന്നവരായിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, വീട്ടിൽ ജോലി ചെയ്യുന്നൊരു വീട്ടമ്മയായിരിക്കാം. ഇവർക്കാർക്കും മറ്റേ ഈ ഫുൾ ടൈം മാർക്കറ്റ് വാച്ച് ചെയ്യാനുള്ള ഒരു സമയം കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് പോലും നമുക്ക് ഓർഡർ ഇട്ട് വെക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് ഈ അതിനകത്ത് നമുക്ക് ഇടാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഓൾറെഡി AMO ഒക്കെ ഇട്ട് വെക്കാം. അപ്പൊ അത് കൃത്യമായ ഒരു പ്രൈസ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് ബൈ ഓർഡർ ബുക്കുകളും. പിന്നെ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ സമയം കൊടുക്കണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ചാർട്ടൊക്കെ നോക്കിയാൽ മതി. 100% ജെനുവിൻ ആണ് അതിന്. ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ആകുമ്പോഴത്തേക്ക് ആ അലർട്ട് നിങ്ങൾക്ക് വെക്കാം. ആ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വിറ്റാൽ മതി. റിസ്ക് നന്നായിട്ട് പഠിക്കുക, റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കുക, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്തും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചാനൽ തുടങ്ങിയ ഉദ്ദേശം തന്നെ അതാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ട്രേഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, ട്രേഡ് ചെയ്യാൻ നമുക്കും പറ്റുമെന്നുള്ളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആരും പേടിക്കേണ്ട. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യാം. ബാക്കി നിങ്ങളുടെ കയ്യില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ സമയം കണ്ടെത്തുക.
ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കുക, ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. മനസ്സിലാവും? നിങ്ങളുടെ എഫോർട്ട് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. മനസ്സിലായോ? 100% ജെന്യുവൻ ആയിട്ടുള്ള കാര്യം. അത് നിങ്ങൾ തന്നെ ശേഷം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറിയാത്ത പുതിയതായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ ഇരുന്നിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് ചെയ്തു നിങ്ങളുടെ പൈസ കളയാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഒരിക്കലും അല്ല, നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? അപ്പം ഇനിയുള്ള വീഡിയോസിനകത്ത് എങ്ങനെ നമുക്കൊരു ഷെയർ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് എങ്ങനെയാണ്, പിന്നെ ഇതിന്റെ ട്രേഡിംഗ് സൈക്കോളജി, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് വരയ്ക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കി പഠിക്കുക. ഫ്രീ ആയിട്ടുള്ള സമയത്ത് നല്ല രീതിക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? എല്ലാവരും നല്ലൊരു ട്രേഡർ ആയിട്ട് എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.